ഞാനിവിടെ വരുന്ന സമയത്ത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇന്ന് രാവിലെ ഞങ്ങളൊരു മീറ്റിംഗിലുണ്ടായി. ശോഭാ സുരേന്ദ്രനോട് ഇന്ന് ഇവിടുത്തെ പരിപാടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് 100ഓളം ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുത്തതിനെ കുറിച്ച് പറയും. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ശ്രീകുമാറും ഇവിടെ വരുന്ന സമയത്ത് വളരെ അഭിമാനത്തോടെ അത് പറയുന്നത് കേട്ടു. വളരെ സന്തോഷമുണ്ട്. ഈ മണ്ഡലം ഉൾപ്പെടെയുള്ള ചാലക്കുടി അസംബ്ലി മണ്ഡലം ഉൾപ്പെടെയുള്ള ഈ തൃശൂർ സൗത്ത് ജില്ലയുടെ എല്ലാ മണ്ഡലങ്ങളും സംഘടനാതലത്തിൽ വളരെ മെച്ചപ്പെട്ട മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ്. നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി പറഞ്ഞു, ടീം കൊരട്ടി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഇവിടെ പറയുകയുണ്ടായി. എല്ലാ പാർട്ടി പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പാർട്ടിയുടെ സമ്പൂർണമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഉള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. അത് കൊരട്ടിയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള ഒരു ലക്ഷ്യവും മുന്നിൽ വെച്ചുകൊണ്ട് വളരെ സുവ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് കേരളത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് കേരളത്തിൽ അതിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തന പദ്ധതിയുണ്ട്. ആ പ്രവർത്തന പദ്ധതിയുമായിട്ട് ആ ലക്ഷ്യത്തിലേക്കെത്താൻ അതിശക്തമായിട്ടുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇനി ഈ കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി വൈകിക്കൂടാ. ഈ കേരളത്തിൽ മാറ്റം വരേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം എന്നതിനപ്പുറം കേരളത്തിൽ മാറ്റം വരേണ്ടത് കേരളത്തിന്റെ ആവശ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളം മാറേണ്ടത് BJPയുടെ ആവശ്യത്തെക്കാൾ ഉപരി കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിന്റെ ഭാവി തലമുറയുടെ ആവശ്യമാണ്. കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ആവശ്യമാണ് കേരളം മാറുക എന്നത്. ഇനിയും മാറാതിരിക്കാൻ കേരളത്തിന് സാധിക്കില്ല. ഈ രാജ്യം സമ്പൂർണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. 2014 ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ സമ്പൂർണമായിട്ടും മാറ്റിമറിച്ചിരിക്കുന്നു. ഈ രാജ്യം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടുമ്പോൾ ഈ രാജ്യത്തിന് വലിയ വലിയ മോഹങ്ങൾ മുന്നിലുണ്ടായിരുന്നു. ഈ രാജ്യത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന മോഹങ്ങൾ എന്തായിരുന്നു? ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്ന് 200 വർഷക്കാലം ഭരിച്ച ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങി ഇന്ത്യക്കാരൻ തന്നെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ രാജ്യം അതിനനുസരിച്ച് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഈ രാജ്യത്തിന്റെ ദാരിദ്ര്യം മാറുമെന്ന് പ്രതീക്ഷിച്ചു. ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന് കയറിക്കിടക്കാൻ വീട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഈ രാജ്യത്തെ സകലമാന ജനതയ്ക്കും വിദ്യാഭ്യാസം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചു. ഈ രാജ്യത്തെ ദാരിദ്ര്യം മാറുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾ കൊണ്ടാടിയത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടി 65 വർഷം കഴിഞ്ഞു. 65 വർഷം കഴിഞ്ഞിട്ടും ഈ രാജ്യത്തെ ദാരിദ്ര്യം മാറിയിരുന്നില്ല. 65 വർഷം കഴിഞ്ഞിട്ടും ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് കയറിക്കിടക്കാൻ ഒരു കൂര നൽകുവാൻ 65 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് സാധിച്ചിരുന്നില്ല. എന്തിനേറെ സ്വന്തം വീട്ടിൽ ഒരു ശൗചാലയം, ഒരു കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോലും 65 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് സാധിച്ചിരുന്നില്ല. ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന്റെ ഗതികെട്ട അവസ്ഥയ്ക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സാധാരണക്കാരുടെ കുടിലുകളിൽ എത്തിയിരുന്നില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇവിടുത്തെ ഗ്രാമാന്തരങ്ങളിൽ എത്തിയിരുന്നില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇവിടുത്തെ സാധാരണക്കാരിൽ എത്തുമ്പോൾ മാത്രമേ രാജ്യം സ്വതന്ത്രയായി എന്ന് പറയാൻ സാധിക്കൂ എന്ന് പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ അന്വർത്ഥമാക്കാൻ ഒരു ഗാന്ധി ശിഷ്യന്മാർ ഈ രാജ്യത്തുണ്ടാകാതെ പോയി. ഈ രാജ്യത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധിക്കോ, ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധിക്കോ, രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മകൻ രാഹുൽ ഗാന്ധിക്കോ, പ്രിയങ്ക ഗാന്ധിക്കോ ഒന്നും ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസിന്റെ ചരിത്രം കൊണ്ട് തന്നെ നമുക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഈ രാജ്യത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് ആരും ഒരു കാലത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ രാജ്യം അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റത്തിലാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിനെ സമ്പൂർണമായിട്ടും നശിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തുനിന്ന് ഉയർന്നു വന്നിരിക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ദിവ്യമാർന്ന പതാകയാണ്
ഞാനും നിങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന താമരയാങ്കിത ഹരിത കാവി പതാക ഭാരതീയ ജനതാ പാർട്ടിയാണ് അതിനെ നശിപ്പിച്ചുകൊണ്ട് ഉയർന്നു വന്ന രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള ശക്തി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭരണം നടത്തുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. 22 സംസ്ഥാനങ്ങൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ രാജ്യത്ത് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എംപിമാർ താമര ചിഹ്നത്തിൽ ജയിച്ചവരാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ MLA മാർ താമര ചിഹ്നത്തിൽ ജയിച്ചവരാണ്. ഈ രാജ്യത്ത് 10,000-കണക്കിന് വരുന്ന ജനപ്രതിനിധികൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ താമര ചിഹ്നത്തിൽ ജയിച്ചുകൊണ്ട് ഈ രാജ്യം സമ്പൂർണ്ണമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജൈത്രയാത്രയുടെ ദിവ്യമാർന്ന പ്രകാശം വമിക്കുന്ന ഭൂമിയായി നമ്മുടെ ഭാരതം മാറ്റപ്പെട്ടിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ. അങ്ങനെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലേക്കാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അതോടൊപ്പം തന്നെ യുവശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. ഈ കടന്നു വരുന്നവരൊന്നും തന്നെ അവരുടെ നിക്ഷിപ്തമാർന്ന താല്പര്യങ്ങളൊന്നും വെച്ചല്ല കടന്നു വരുന്നത്. ഈ കടന്നു വരുന്നവരൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും നേടാമെന്നോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി എന്തെങ്കിലും പ്രലോഭനം നൽകിയിട്ടും അല്ല കടന്നു വരുന്നത്. അവർ അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു, അവർ അവരുടെ കുട്ടികളെ കുറിച്ച് ആലോചിക്കുന്നു, അവർ അവരുടെ നാടിനെ കുറിച്ച് ആലോചിക്കുന്നു, അവർ അവരുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഭാവി ഉറപ്പുവരുത്താൻ, ഈ നാടിന്റെ വികസനം ഉറപ്പുവരുത്തുവാൻ ഇനി സാധിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന തിരിച്ചറിവും നേരറിവും ഓരോരുത്തർക്കും ഉണ്ടായപ്പോഴാണ് അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ ദിവ്യമായ പതാക ഏറ്റുവാങ്ങാനായിട്ട് സജ്ജരായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ രാജ്യത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലകളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നവർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലെത്തിയിരിക്കുന്നു. ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റുകളായിരുന്നവർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലെത്തിയിരിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ സുബ്രഹ്മണ്യൻ മാസ്റ്റർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടത്തെ മണ്ഡലത്തിന്റെ ഉപാധ്യക്ഷനാണ്. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഇന്നലകളിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിയും പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ നാട്ടിൽ വളർത്തിയെടുക്കുന്നതിന് നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച ഒരു സഖാവാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ BJP തരംഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന സുബ്രഹ്മണ്യൻ മാസ്റ്റർ എന്നറിയുമ്പോൾ ഇതാണ് ഈ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം. 35 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ബംഗാൾ ഭരിച്ചു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിർത്താൻ ഒരു സഖാവിനെ ബംഗാളിൽ കിട്ടുന്നില്ല. 7 വർഷം അധികാരത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എവിടെയാണ് പോയത് എന്റെ സഖാവേ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാർ? 7 വർഷം കൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടെ എന്ത് സംഭവിച്ചു? ആ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസുകൾ പോലും ചുമപ്പ് മാറ്റി താമര പതാക പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഫീസുകളായി മാറിയ ചരിത്രമാണ് 35 വർഷത്തെ പശ്ചിമ ബംഗാളിന്റെ ചരിത്രം ഇന്ന് നമ്മൾ കാണുന്നത് എന്നോർക്കുക. 25 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ത്രിപുര ഭരിച്ചു. ആ ത്രിപുരയിലും ഇന്ന് പഞ്ചായത്ത് ഇലക്ഷൻ നിർത്താൻ CPM-ന് സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ത്രിപുര ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. 25 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഭരിച്ച ത്രിപുരയിൽ ഇന്ന് പാറിപ്പറക്കുന്നത് BJP-യുടെ കൊടിയാണ്. 35 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഇന്ന് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയും ഏറ്റവും കൂടുതൽ MP-മാരുമുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്കാർ. ആ രീതിയിൽ നാട് മാറുകയാണ്. ഇന്നലകളിലെ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ന് BJP ആകുന്നു, ഇന്നലകളിലെ കോൺഗ്രസുകൾ BJP ആകുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത യുവാക്കൾ BJP-യിലേക്ക് വരുന്നു, വിദ്യാർത്ഥികൾ BJP-യിലേക്ക് വരുന്നു. അത് നാടിന്റെ വർത്തമാന കാലഘട്ടത്തിന്റെ ചുമരെഴുത്താണ്, വർത്തമാന കാലഘട്ടത്തിന്റെ സൂചികയാണ്. ഈ നാട് മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്. നമ്മൾ കണ്ടിട്ടില്ലേ, ചെറു അരുവികളെല്ലാം കൂടി ഒഴുകി 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 മഹാസമുദ്രത്തിൽ നിപതിക്കും പോലെ ഈ രാജ്യത്തുള്ള സകലരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ആണ് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ, സ്വപ്നം, ഭാവി, ഭാഗതയം നിർണയിക്കുന്ന പ്രസ്ഥാനമെന്ന ആ തിരിച്ചറിവോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായിട്ടുള്ള ദൃശ്യങ്ങളുടെ ആവിഷ്കാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും. അത് തന്നെയാണ് ഇന്ന് ഈ കൊരട്ടിയിലും കണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, 2014 നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. 2014 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മുടെ നാട് ലോകത്തിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള 5 രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. 2014 എന്റെയും നിങ്ങളുടെയും നാടായിട്ടുള്ള നമ്മൾ അഭിമാനത്തോട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന വന്ദേ മാതര ഗാനം പാടിക്കൊണ്ട് ഭാരതാംബയുടെ പാദപത്മങ്ങളിൽ സ്വജീവിതം സമർപ്പിച്ച ത്യാഗവര്യന്മാരുടെ പുണ്യഭൂമിയായിട്ടുള്ള നമ്മുടെ ഭാരതം
2014 ലോകത്തിലെ 5 ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നായിരുന്നു. ഇന്നിതാ 10 വർഷം കൊണ്ട്, കേവലം 11 വർഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഈ രാജ്യത്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഉന്നതന്മാരുടെ പട്ടികയിൽ 4ാം സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അശോക ചക്രാലങ്കൃതമാർന്ന ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ഈ രാജ്യത്തിലെ 140 കോടി ജനത അഭിമാനത്തോടെ അന്തസ്സോടെ നട്ടല്ലുയർത്തി തല ഉയർത്തി നിന്നിട്ട് വിളിക്കുകയാണ് ഭാരത് മാതാ കി ജയ് എന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം. ഈ രാജ്യത്തിലെ ജനത ഇന്ന് നമ്മൾ അഭിമാനികളാണ്. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്റെ ഇന്ത്യ. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. നമ്മൾ ആരെയാ പുറത്താക്കിയത്? നമ്മൾ ആദ്യം 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മൾ പിന്തള്ളിയത് ആരെയാ? 200 വർഷക്കാലം നമ്മെ അടിമകളാക്കി വച്ചിരുന്ന ബ്രിട്ടനെ പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യ കഴിഞ്ഞ 2 വർഷം മുമ്പ് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയത്. ബ്രിട്ടനെ പിന്തള്ളിക്കൊണ്ട്. രണ്ടാമത് 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയത് ആരെ പിന്തള്ളിക്കൊണ്ട? 1940കളിൽ 2 സംഭവങ്ങൾ ലോകത്തുണ്ടായി. ഒന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. മറ്റൊന്ന്, ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണ് ചാമ്പലായി. അന്ന് 1942 ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണ് ജപ്പാൻ ചാമ്പലാകുന്ന സമയത്ത് ആ ചാമ്പലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ജപ്പാൻ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തി 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വന്നു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ദരിദ്ര, അന്ന് സ്വതന്ത്രയായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യമായിട്ട് ഇത്രയും കാലം തുടർന്നു. നരേന്ദ്രമോദി വരേണ്ടി വന്നു. ജപ്പാനെ പിന്തള്ളി ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്ന ജപ്പാനെ 5ാം സ്ഥാനത്തേക്ക് തള്ളി ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറി. ഇനി ഇന്ത്യക്ക് മുകളിൽ 3 ലോക രാജ്യങ്ങളെ ഉള്ളൂ. ഒന്ന് ജർമ്മനി, മറ്റൊന്ന് ചൈന, മറ്റൊന്ന് അമേരിക്ക. ഈ 3 രാജ്യങ്ങൾക്ക് പിന്നിലായി നരേന്ദ്രമോദി ഈ രാജ്യത്തെ നിർത്തിയിരിക്കുകയാണ്. ഈ രാജ്യം ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. വരുന്ന 1-2 വർഷത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. ജർമ്മനിയെ പിന്തള്ളിക്കൊണ്ട് ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള രാജ്യമേത് എന്ന ചോദ്യത്തിന് ഇന്ത്യ എന്ന ഉത്തരം ഇതാ വരുന്ന 2 വർഷത്തിനുള്ളിൽ വീണ്ടും സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. നമുക്ക് ഇതിലപ്പുറം അഭിമാനിക്കാൻ എന്താ ഉള്ളത്? കേവലം ലോകത്തിന്റെ മുമ്പിൽ വൻ ശക്തിയായിട്ട് മാത്രമല്ല, 25 കോടി വരുന്ന ഇന്ത്യക്കാർ ഇന്ന് ദരിദ്ര രേഖയ്ക്ക് മുകളിലായിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 25 കോടി വരുന്ന ദരിദ്ര രേഖയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയിൽ. ഈ രാജ്യത്ത് 37 കോടി ദരിദ്രരുണ്ടായിരുന്ന ഇന്ത്യയിൽ ഇനിയുള്ളത് 13 കോടി ദരിദ്രരാണ്. 13 കോടി ദരിദ്ര രേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം 13 കോടിയായിട്ട് കുറച്ചുകൊണ്ട് 25 കോടി വരുന്ന നമ്മുടെ പഞ്ചപാവങ്ങളുണ്ടല്ലോ, ദരിദ്ര നാരായണന്മാർ, അവരെ ദരിദ്ര രേഖയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവന്ന വിപ്ലവം ചൈനയിലല്ല സഖാക്കന്മാരെ നടന്നത്, റഷ്യയിലായിരുന്നില്ല സഖാക്കന്മാരെ നടന്നത്. അത് നടന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലാണ്. 25 കോടി ദരിദ്ര രേഖയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ രാജ്യം ഇന്ന് സാധാരണക്കാർ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാരും 4 മാസത്തിലൊരിക്കൽ 2000 രൂപയുടെ നമ്മുടെ കാർഷിക സമ്മാൻ നിധി വാങ്ങുന്നവരായിരിക്കും. ഇവിടെയുള്ള ഈ മുനിസിപ്പാലിറ്റിയിലുള്ള ഇവിടെയുള്ള കടകളിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ലോൺ കിട്ടുന്നുണ്ട്, സ്വനിധി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ലോണുകൾ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും സമ്പൂർണമായിട്ട് കോവിഡ് കാലഘട്ടം മുതൽ സൗജന്യമായിട്ട് അരി ലഭിക്കുന്നു. 5 കിലോ അരിയും ഗോതമ്പും ലഭിക്കുന്നു. ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നടക്കുന്നു. കക്കൂസില്ലാത്ത, ശൗചാലയമില്ലാതിരുന്ന എല്ലാ വീടുകളിലും 12,500 രൂപയ്ക്ക് ശൗചാലയം വെച്ചു കൊടുത്തു നരേന്ദ്രമോദി. ഇവിടുത്തെ പഞ്ചായത്തല്ല, മുനിസിപ്പാലിറ്റി അല്ല, നരേന്ദ്രമോദി വെച്ചു കൊടുത്തു. എല്ലാവർക്കും 4.5 കോടി വരുന്ന ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് വീട് വെച്ചു കൊടുത്തു നരേന്ദ്രമോദി സർക്കാർ. അതുപോലെയുള്ള നിരവധി പദ്ധതികളിലൂടെ മുന്നോട്ട് പോകുകയാണ്. 70 കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഈ രാജ്യം സൃഷ്ടിച്ച ഏറ്റവും വലിയ വിപ്ലവമാണ്. 70 കഴിഞ്ഞ മനുഷ്യർക്ക് എല്ലാവർക്കും, ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത്. ഒരു വർഷമാണ് 5 ലക്ഷം രൂപ. അടുത്ത വർഷം വീണ്ടും കിട്ടും 5 ലക്ഷം രൂപ. 70 കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ട് 1 വർഷമാകാൻ പോകുന്നു.
പക്ഷേ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അത് നടപ്പാക്കുന്നില്ല. പിണറായി വിജയൻ സർക്കാർ അതിന്റെ എഗ്രിമെന്റ് ഒപ്പിടുന്നില്ല. പിണറായി വിജയൻ സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതി അട്ടിമറിക്കുകയാണ്. 70 കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? 1000 രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ പോക്കില്ലാതെ തെണ്ടി നടക്കുന്ന പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ ഒരു വർഷം ഇൻഷുറൻസ് പദ്ധതി എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ നയാ പൈസ വാങ്ങാതെ പ്രഖ്യാപിക്കുമ്പോൾ അത് ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന് ലഭിക്കണ്ടേ? ഒരു 70 വയസ്സ് കഴിഞ്ഞ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ അത്തരത്തിലുള്ള ഒരു ആനുകൂല്യം കിട്ടിയാൽ അത് അവർക്ക് മാത്രമല്ല ആശ്വാസം, അവരുടെ മക്കൾക്കും കുട്ടികൾക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മുഴുവൻ ആശ്വാസമാണ്. ഒരമ്മുമ്മയോ അപ്പൂപ്പനോ കിടന്ന പണമില്ലാത്തതിന്റെ പേരിൽ നരകിക്കുന്നത് കാണാൻ ഏത് മനുഷ്യ സ്നേഹമുള്ളവനാണ് ആഗ്രഹിക്കുക? അതുകൊണ്ട് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുകയാണ് വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ 5 ലക്ഷം രൂപയുടെ സൗജന്യമായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് കൊടുത്തത് വലിയ കാര്യമാണ്, ദൈവികമായിട്ടുള്ള കാര്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആൾക്കാരാണ് ഈ രാജ്യത്തുള്ളത്. പക്ഷേ പിണറായി വിജയൻ മാത്രം ആ എഗ്രിമെന്റിൽ ഒപ്പിടുന്നില്ല, അതിനുവേണ്ടി തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് ഈ നാടിനോടുള്ള വഞ്ചനയാണ്, ചതിയാണ്, ദ്രോഹമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനോട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, ഈ നാട്ടിലെ ജനതയെ ഇനിയും നിങ്ങൾ ദ്രോഹിക്കരുത്, വഞ്ചിക്കരുത്. അവർക്ക് നരേന്ദ്രമോദി നൽകിയിട്ടുള്ള ക്ഷേമ പദ്ധതികളെങ്കിലും അവർക്ക് കൊടുക്കാൻ പിണറായി വിജയ അങ്ങ് തയ്യാറാകണം. അങ്ങയുടെ മകളുടെയും മരുമകന്റെയും ക്ഷേമം മാത്രമല്ല നോക്കേണ്ടത്, ഈ കേരളത്തിലെ 1.3 കോടി മലയാളിയുടെ ക്ഷേമം നോക്കാൻ പിണറായി വിജയ താങ്കൾ ഉത്തരവാദിയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ സഖാവ് പിണറായി വിജയനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ലോകത്തിലെ വൻ ശക്തിയാക്ക മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ ക്ഷേമവും ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് വരുന്നത്. വരും നാളുകളിൽ 2047 ആകുമ്പോൾ ഇന്ത്യ വികസിത രാജ്യമാകുമെന്നുള്ള ഉജ്ജ്വലമായിട്ടുള്ള സ്വപ്നമാണ് ഞാനും നിങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യ വികസിത രാജ്യമായി മാറുക എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ഈ രാജ്യം വികസിത രാജ്യമായിട്ട് മാറാൻ പോവുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ വളരെ മുതിർന്ന ആൾക്കാരാണ്, യുവാക്കളായിട്ട് കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ പഠിച്ചത് എങ്ങനെയാണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികസ്വര രാജ്യമാണ്. ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് നേഷൻ എന്നാണ് ഞാനും നിങ്ങളും ഇന്നലെ വരെ പഠിച്ചതും പഠിപ്പിച്ചതും. ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് നേഷൻ. സായിപ്പ് പറഞ്ഞു തന്നത് അങ്ങനെയായിരുന്നു. ഇന്ത്യക്ക് ഒരിക്കലും ഒരു ഡെവലപ്ഡ് നേഷൻ ആകാൻ സാധിക്കില്ല. ഇന്ത്യ എന്നും 3ാം ലോക രാജ്യമായിരിക്കും, വികസ്വര രാജ്യമായിരിക്കും, ഡെവലപ്പിംഗ് നേഷൻ ആയിരിക്കും എന്നാണ് നമ്മുടെ സായിപ്പ് ജവഹർലാൽ നെഹ്റുവിന് പറഞ്ഞു കൊടുത്തിട്ട് പോയത്. ജവഹർലാൽ നെഹ്റു അത് തന്നെ മോള് ഇന്ദിരാഗാന്ധിക്ക് പഠിപ്പിച്ചു കൊടുത്തു. മോൾ ഇന്ദിരാഗാന്ധി മോൻ രാജീവ് ഗാന്ധിക്കും അത് തന്നെ പഠിപ്പിച്ചു. കോൺഗ്രസുകാരെല്ലാം നമ്മളോട് പറഞ്ഞു, നമ്മൾ 3ാം കിടകളാണ്, നമ്മൾ എന്നും വികസന രാജ്യക്കാരാണ്, നമ്മൾ എന്നും ഡെവലപ്പിംഗ് നേഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞു. ഈ രാജ്യം ഡെവലപ്പിംഗ് നേഷൻ അല്ല, ഡെവലപ്ഡ് നേഷൻ എന്ന് പറയുന്ന സ്വപ്നം, ഒരു വികസിത രാജ്യം എന്നുള്ള സ്വപ്നം ഈ രാജ്യത്ത് ആരെങ്കിലും ആദ്യമായിട്ട് ഉയർത്തിയെങ്കിൽ ഭാരത് മാതാ കി ജയ് വിളിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത നരേന്ദ്ര ദാമോദർ ദാസ് മോദി വന്നതിന് ശേഷമാണ് പറഞ്ഞത് ഈ രാജ്യത്തെ ഞാൻ ഒരു വികസിത രാജ്യമാക്കുമെന്ന് പറഞ്ഞത്. അതെ, ഇന്ന് നമ്മൾ ഇതാ വികസിത രാജ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. 2047 ആകുമ്പോൾ രാജ്യം വികസിത രാജ്യമായിട്ട് മാറും. എന്താണ് ഒരു വികസിത രാജ്യം? ആ വികസിത രാജ്യത്തിൽ എല്ലാ പൗരന്മാരുടെയും വിദ്യാഭ്യാസം സർക്കാരിന്റെ വകയായിരിക്കും. എല്ലാ പൗരന്മാരുടെയും ആരോഗ്യം സർക്കാരിന്റെ ഉത്തരവാദിത്വമായിരിക്കും. എല്ലാ പൗരന്മാരുടെയും ക്ഷേമം സർക്കാരിന്റെ ഉത്തരവാദിത്വമായിരിക്കും. എല്ലാ പൗരന്മാർക്കും ഇന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 15 ഇരട്ടി വരുമാനം, ഇന്ന് ഈ രാജ്യത്തുള്ള വരുമാനത്തിന്റെ 15 ഇരട്ടി വരുമാനം ഈ രാജ്യത്തിന് ലഭിക്കുന്ന ആ മഹത്തായിട്ടുള്ള സ്വപ്നമാണ് ഒരു വികസിത രാജ്യം എന്നുള്ള സ്വപ്നം. ആ സ്വപ്നത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വികസിത രാജ്യമാകുക എന്നുള്ള ആ ഉജ്ജ്വലമാർന്ന സ്വപ്നത്തിന്റെ പതാകാവാഹകരായിട്ടാണ് ഈ അശോക ചക്ര അലങ്കൃതമാർന്ന ത്രിവർണ പതാക പിടിക്കുന്ന ഈ ഭാരതത്തിലെ 140 കോടി ജനത മന്നം എന്നല്ല അതിവേഗം ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ദരിദ്ര കോമരങ്ങളുടെ നാടായിരുന്ന ഇന്ത്യ ഇന്ന് സമ്പന്നതയുടെ നാടായിട്ട് മാറിയിരിക്കുന്നത്. ഇന്ന് റോഡ് ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് പണത്തിന്റെ കുറവില്ല, റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് പണത്തിന്റെ കുറവില്ല, പാവപ്പെട്ടവന് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് പണത്തിന്റെ കുറവില്ല.
ഈ രാജ്യത്ത് സകലതും നമുക്കിന്ന് പണം നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടത്ര പണം ഈ രാജ്യത്ത് തന്നെയുണ്ട്. എന്തുകൊണ്ടുണ്ടായി? നരേന്ദ്രമോദി ഇവിടെ കിട്ടുന്ന പണം സ്വന്തം കുടുംബത്തിന് കൊണ്ടുപോകുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വരുന്ന പദ്ധതികളുടെ നിന്ന് കൈയിട്ട് വരാൻ ശ്രമിക്കുന്നില്ല. കമ്മീഷൻ വാങ്ങാൻ ശ്രമിക്കുന്നില്ല. കമ്മീഷൻ ഇല്ല, കൈയിട്ടുവാരലില്ല, കുടുംബത്തിന് കൊണ്ടുപോകലില്ല. ഇതൊന്നുമില്ലാത്ത ഒരു ഭരണം 10 വർഷം ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ ഈ രാജ്യം സമ്പന്നമായി. ഈ രാജ്യത്തിലെ 25 കോടി ജനത ദരിദ്രരേഖയ്ക്ക് മുകളിലായി. ഈ രാജ്യത്തിലെ 82 കോടി വരുന്ന കുടുംബങ്ങൾക്ക് അതിന്റെ ഗുണമുണ്ടായി. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തിലെ 82 കോടി കുടുംബങ്ങൾക്ക് ഗുണമുണ്ടായത്. നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് ഒരൊറ്റ കുടുംബത്തിന് മാത്രമേ എല്ലാത്തിന്റെയും ഗുണമുണ്ടായിരുന്നുള്ളൂ. അത് നെഹ്റു കുടുംബമായിരുന്നു, രാജീവ് ഗാന്ധി കുടുംബമായിരുന്നു, സോണിയ കുടുംബത്തിനായിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ രാജ്യത്തിലെ സകലമാന കുടുംബങ്ങൾക്കും രാജ്യത്തിന്റെ ഉയർച്ചയുടെ ഗുണമുണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാറ്റം. നയാ പൈസയുടെ അഴിമതിയുടെ ആരോപണം ഉണ്ടായിട്ടില്ല. ലോകത്ത് നിങ്ങൾ ഗൂഗിൾ ചെയ്തു നോക്കുക. ലോകത്ത് അഴിമതിയുടെ ആരോപണമില്ലാതെ ഇന്നേ വരെയുടെ ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ തുടർന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. ഒരു സർക്കാരുമില്ല. നരേന്ദ്രമോദി സർക്കാരിന് സമാനമായിട്ട് ലോകത്ത് ഒരു സർക്കാരും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നയാ പൈസയുടെ അഴിമതി ആരോപണമില്ലാത്തൊരു സർക്കാർ. പ്രധാനമന്ത്രിക്ക് നേരെ മാത്രമല്ല, മന്ത്രിമാർക്ക് നേരെ മാത്രമല്ല, ഈ സർക്കാരിലെ ഒരു പിയോണിനെതിരെ പോലും 5 പൈസയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ 11 വർഷമായി ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പ്രതിപക്ഷത്തിനും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുന്നു ഞങ്ങൾ. ഈ താമര അങ്കിത ഹരിതകാവി പതാക പിടിച്ച് ഈ രാജ്യത്തിനെ സേവിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാം. ഈ രാജ്യത്ത് അഴിമതിയില്ലാത്ത ഭരണം, അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഉറപ്പുവരുത്തിയിരിക്കുന്ന ഭരണം. ഈ രീതിയിൽ ഈ നാട് ആഗ്രഹിക്കുന്ന, നാട് സ്വപ്നം കാണുന്ന, ഈ നാട്ടിനെ നാടാക്കി മാറ്റിയ ജനത ആഗ്രഹിക്കുന്ന ഒരു ഭരണമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടി, MP-മാരുള്ള പാർട്ടി, സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി രാജ്യത 3ാമതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ കാരണം ജനങ്ങൾ BJP-യോടൊപ്പമാണ്. ഈ രാജ്യം BJP-യോടൊപ്പമാണ്. രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ BJP-യോടൊപ്പമാണ്. ഞങ്ങൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ അദ്ദേഹം കഴിഞ്ഞ മാർച്ച് 24-ാം തീയതി BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കേരളത്തിൽ ആദ്യമായിട്ടൊരു മുദ്രാവാക്യം ഉയർത്തി. ആ മുദ്രാവാക്യം അനന്തപുരിയിൽ നിന്നാണ് ഉയർത്തിയത്. അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു എന്നറിയാമോ? ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് വികസിത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത്. വികസിത കേരളം സാക്ഷാത്കരിക്കലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. കേരളം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗമെന്ന കവിവാക്കുകൾ, ആ കവിവാക്കുകൾ നമ്മളുടെ ഹൃദയത്തിൽ സ്പന്ദിക്കുകയാണ്. ഈ കേരളത്തിന്റെ ഗരിമ, കേരളത്തിന്റെ പാരമ്പര്യം, കേരളത്തിന്റെ സംസ്കൃതി, കേരളം എന്ന അനുഭൂതി, കേരളം എന്ന വികാരം, കേരളം എന്ന വിചാരം, ആ കേരളം എന്ന വിചാരവും വികാരവും അനുഭൂതിയും വികസനം എന്ന മഹാസങ്കല്പത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം. അതിന് നരേന്ദ്രമോദിയുടെ പിന്തുണയുണ്ട്, അമിത്ഷാജിയുടെ പിന്തുണയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നത് 18 വർഷക്കാലം MP ആയിരുന്ന വ്യക്തിയാണ്. 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ വ്യവസായ സംരംഭകനാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നപ്പോൾ പലരും ചോദിച്ചു, ഇദ്ദേഹം എന്തിനാണ് ഈ പണിക്ക് വന്നത് എന്ന് ചോദിച്ചു. ഇപ്പോ കേരളത്തിലുള്ള എല്ലാവർക്കും ബോധ്യമായില്ലേ? അങ്ങ് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് രാജീവ് ചന്ദ്രശേഖറിനെ ഈ കേരളത്തിന്റെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയിരിക്കുന്നത് ഈ കേരളത്തിൽ വികസനം കൊണ്ടുവരാനും കേരളത്തിൽ മാറ്റം കൊണ്ടുവരാനും ആണ് എന്ന് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇന്ന് ബോധ്യം വന്നിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നു, വികസിത കേരളം എന്നുള്ള സ്വപ്നം അത് നൽകാൻ BJP-ക്ക് മാത്രമേ സാധിക്കൂ. വേറെ ആർക്കെങ്കിലും സാധിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? 65 വർഷക്കാലമായിട്ട് 6 ദശാബ്ദത്തിലേറെ കേരളം ഐക്യ കേരളം ഭരിച്ച EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ പിണറായി പാറയിലെ വിജയൻ വരെയുള്ള ഏതെങ്കിലും സഖാക്കന്മാർക്ക്
ഈ കേരളത്തെ ഒരു വികസിത കേരളമാക്കാൻ സാധിക്കുമെന്ന് ഇന്ന് പ്രതീക്ഷിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു മലയാളി ഈ കേരളത്തിലുണ്ടോ? എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ പിണറായി വിജയൻ വരെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചിരിപ്പുണ്ടോ? ഈ ഇന്ത്യ മഹാരാജ്യത്തും അധികാരം നഷ്ടപ്പെട്ടു. കേരളത്തിലും കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരമില്ലാത്ത, ഇനി കേരളത്തിൽ അധികാരം കിട്ടുമെന്ന ദിവാസ്വപ്നം പോലും കാണാൻ ശേഷിയില്ലാത്ത കോൺഗ്രസുകാരന് ഇനി ഈ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് സ്വപ്നം കാണുന്ന ഏതെങ്കിലും കോൺഗ്രസുകാരൻ ഈ കേരളത്തിലുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുക. നിങ്ങൾക്ക് ഈ കേരളത്തിൽ നിന്ന് 8-9 മന്ത്രി പുങ്കവന്മാർ ഡൽഹിയിൽ ചെന്നിരുന്ന സമയത്ത് കേരളത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. കെ കരുണാകരൻ മുതൽ ആർ ശങ്കർ മുതൽ കെ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി മുതൽ AK ആന്റണി വരെയുള്ള കോൺഗ്രസുകാരെല്ലാം ഈ കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിരുന്നു. 30 വർഷത്തിലേറെയായിട്ട് ഈ കേരളം ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഈ കേരളത്തെ വികസിത കേരളമാക്കാൻ സാധിച്ചില്ല. 40 വർഷമായിട്ട് ഈ കേരളം ഭരിച്ച EMS മുതൽ പിണറായി വിജയൻ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഇനി നിങ്ങൾ മിണ്ടിപ്പോകരുത് ഈ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച്. ഇനി ഞങ്ങൾ മിണ്ടും. ഭാരതീയ ജനതാ പാർട്ടി പറയും, ഞങ്ങൾ ഈ കേരളത്തെ വികസിപ്പിക്കും. വികസിപ്പിച്ചു മാത്രമേ വിശ്രമിക്കൂ. ഈ കേരളത്തെ വികസിപ്പിക്കേണ്ടത്, ഈ കേരളത്തെ വികസനത്തിന്റെ പുതിയ പന്ഥാവിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. അതിന് നരേന്ദ്രമോദിയുടെ പിന്തുണയുണ്ട്, ഈ രാജ്യത്തിന്റെ ഭരണാധിപന്മാരുടെ പിന്തുണയുണ്ട്, ഈ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച ആ വലിയൊരു ഭരണകൂടം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിനോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് വികസനം ഞങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് ശ്രീനാരായണ ഗുരുദേവന്റെ നാടാണ്. നമ്മുടെ നാട് മന്നത്താചാര്യന്റെ നാടാണ്. ചട്ടമ്പി സ്വാമികളുടെ നാടാണ്. അയ്യൻകാളിയുടെ നാടാണ്. അയ്യാ ഗുരുവിന്റെ നാടാണ്. വള്ളത്തോളിന്റെയും ചെറുശ്ശേരിയുടെയും ഒക്കെ നാടാണ്. അതോടൊപ്പം തന്നെ കാലടി ശ്രീശങ്കരന്റെ നാടാണ്. ആധ്യാത്മികതയുടെയും സംസ്കൃതിയുടെയും മഹത്തായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള നവോത്ഥാനത്തിന്റെ ഉദാത്തമാർന്ന ശക്തി പകർന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ആ നാട് ഇന്ന് അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ്. ഈ അപകടത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. ആരാണ് ഈ അപകടകാരികൾ? ആരാണ് കേരളത്തെ അപകടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്? ഇന്നത് ഭീകരവാദികളുടെ താവളമാണ്. ഇന്ന് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള SDPI പോലെയുള്ള ഭീകരവാദികളുടെ താവളമാണ്. ഈ ഭീകരവാദികളെക്കാൾ അപകടകാരികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമാണ് ഇന്ന് ഈ കേരളം. ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചത്. ഈ കമ്മ്യൂണിസ്റ്റുകളാണ് ഈ കേരളത്തിലെ വ്യവസായത്തെ നശിപ്പിച്ചത്. ഈ കമ്മ്യൂണിസ്റ്റുകളാണ് ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും പാരമ്പര്യമുള്ള കേരളത്തിന്റെ നവോത്ഥാന മഹത്വത്തെ മുഴുവൻ തകർത്തത്. ഈ കമ്മ്യൂണിസ്റ്റുകളാണ് ഈ കേരളത്തിന്റെ സാംസ്കാരിക ധാരയെ നശിപ്പിച്ചത്. ഈ കമ്മ്യൂണിസ്റ്റുകളാണ് ഈ നാടിന്റെ ഒരുമിച്ച് ലയിച്ചു ചേർന്ന ആ ഒരേ ലയത്തിലും താളത്തിലും പോയ ഒരു സാമൂഹ്യ രചനയെ സമ്പൂർണമായിട്ടും തകർത്തത് ഈ കമ്മ്യൂണിസ്റ്റുകളാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തുന്ന ചെങ്കൊടി ലോകത്തെല്ലായിടത്തുമുണ്ട്. മറ്റു സ്ഥലങ്ങളിലെല്ലാം ഈ ചെങ്കൊടി അപകടത്തിന്റെ സൂചികയായിട്ടാണ്. എവിടെയാണോ ചെങ്കൊടിയുള്ളത് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് അർത്ഥം. ചെങ്കൊടി എന്നാൽ ഡേഞ്ചർ എന്നാണ്. അങ്ങനെ ഡേഞ്ചർ എന്ന് ലോകം മുഴുവൻ പ്രഖ്യാപിച്ച ചെങ്കൊടിയെ കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് ചേർത്തു പിടിച്ചതിന്റെ ദുരന്തമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കേരളം 60 വർഷമായിട്ട് നേരിടുന്നത്. ഈ അപകടകാരിയായിട്ടുള്ള ചെങ്കൊടിക്ക് എന്നാണോ അന്ത്യവിശ്രമം കൊടുക്കുക, അന്നാണ് ഈ കേരളം രക്ഷപ്പെടാൻ പോകുക എന്ന് യാഥാർത്ഥ്യം എന്തിനാ ഇനിയും നമ്മൾ മനസ്സിലാക്കാൻ മടിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുക. അപകടകാരികളായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടിക്ക് അവസാനം കുറിക്കണം. കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടിക്ക് ബംഗാൾ എന്നാണോ അന്ത്യകൂദാശ ചെയ്തത്, അന്ന് മുതൽ ബംഗാൾ മാറിയിരിക്കുന്നു. ബംഗാളികളാണ് കേരളത്തിൽ. എന്താ കാരണം? എന്തുകൊണ്ടാ ഗുജറാത്തികൾ കേരളത്തിൽ കാണുന്നില്ല? നിങ്ങൾ ഗുജറാത്തികൾ വന്നു കഴിഞ്ഞാൽ ശതകോടീശ്വരന്മാരാ ഗുജറാത്തികളായിട്ട് ഇവിടെ വരുന്നത്. ബംഗാളികൾ വന്നു കഴിഞ്ഞാൽ ബംഗാളികൾ പൊറോട്ടയടിക്കാനും റോഡ് വെട്ടാനും കുഴിക്കാനുമാണ് വരുന്നത്. എന്തുകൊണ്ടാ ഗുജറാത്തികൾ കേരളത്തിലെ സാധാരണ കൂലിപ്പണിക്ക് വരുന്നില്ല? എന്തുകൊണ്ടാ ബംഗാളികൾ മാത്രം കേരളത്തിലെ കൂലിപ്പണിക്ക് വരുന്നു? കാരണം ഇത്രയേ ഉള്ളൂ. ഗുജറാത്ത് 25 വർഷം ഭരിച്ചത് BJP ആണ്. ബംഗാൾ 35 വർഷം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നതാണ് അതിന്റെ വ്യത്യാസം. അതാണ് വ്യത്യാസം.
അതുകൊണ്ട് കേരളത്തെ നാളെ ബംഗാളികളുടെ ഭൂമി, ബംഗാളിയെ പോലെയാക്കാൻ. ബംഗാളിയെ പോലെയാണ് കേരളത്തിലെ മലയാളികൾ. ഉത്തര കേരളത്തിലും അതോടൊപ്പം ഉത്തരേന്ത്യയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലും ബംഗാളികൾ കേരളത്തിൽ വന്ന് കഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ മലയാളികൾ ചെന്ന് കിടന്ന് കഷ്ടപ്പെടുകയാ. അവിടുന്ന് വന്ന ബംഗാളിയെ, ഈ കേരളത്തിന്റെ അധോഗതിയുള്ള കേരളത്തിലേക്ക് വന്ന ബംഗാളിയെ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ഓമന പേരിട്ടു, അതിഥി തൊഴിലാളികൾ എന്നൊരു ഓമന പേരിട്ടു. എന്താ അതിലിട്ടതിന് കാരണം എന്നറിയോ? ഇവിടെ അധോഗതി ബാധിച്ചത് കൊണ്ടാണ് അവർ ഇങ്ങോട്ട് വന്നതെന്ന് നിങ്ങൾ ചർച്ച ചെയ്യരുത്. അവരെ അതിഥികളായിട്ട് അങ്ങ് സ്വീകരിച്ചോളണം. കാരണം എന്താ? ഇവിടെ ജീവിച്ച് സ്വന്തം ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒപ്പം ജീവിച്ച് അമ്മയെയും അച്ഛനെയും സംരക്ഷിച്ച് വളരേണ്ട മകൻ ഇവിടെ നയാ പൈസയുടെ വകയില്ലാത്തത് കൊണ്ട് ഒരു പിയൂണിന്റെ പണി പോലും കിട്ടാതെ വന്നപ്പോൾ, ഒരു ഫാക്ടറി തൊഴിലാളി പോലും ആകാതെ വന്നപ്പോൾ അങ്ങ് മരുഭൂമിയിലേക്ക് ഒട്ടകത്തിനോടൊപ്പം പണിയെടുക്കാനായിട്ട് ചെന്ന് അലയുകയാ. അവൻ ആ കാര്യം ഇവിടെ ചർച്ച ചെയ്യാതിരിക്കാനായി ബംഗാളിയിൽ നിന്ന് വന്നവരെ അതിഥികളായിട്ടും പ്രഖ്യാപിച്ച് ഇവിടെ നിന്ന് ജീവൻ രക്ഷപ്പെടുത്തി എങ്ങനെയെങ്കിലും ജീവിക്കാനായിട്ട് നാടുവിട്ടവരെ, ഇവിടെ നിന്ന് പലായനം ചെയ്തവരെ ഒക്കെ മറ്റു മനോഹരമായ പേരുകളിലും വിളിച്ച് എന്നെയും നിങ്ങളെയും വിഡ്ഢിയാക്കുകയാണ് 65 വർഷത്തെ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും. ഈ കേരളത്തിൽ നിന്ന് പോയ നമ്മളുടെ സഹപ്രവർത്തകരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ മക്കളെ ഈ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ഈ രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ കേരളത്തിന്റെ അഭ്യുന്നതി ലോകത്തിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കണം. അതിനുവേണ്ടി വികസിത കേരളം യാഥാർത്ഥ്യമാക്കണം. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ വ്യവസായങ്ങൾ നശിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ സാധ്യമല്ല. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ തൊഴിലില്ലായ്മ സൃഷ്ടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ സാധ്യമല്ല. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ ഈ കേരളം ലോകത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉന്നതമാർന്ന സ്ഥാനം വഹിച്ചിരുന്നു. ആ ആരോഗ്യ മേഖലയെ സമ്പൂർണ്ണമായിട്ടും തകർത്ത കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ സാധ്യമല്ല. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും സാധ്യമല്ല. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദി ലോകത്തിലെ വൻ ശക്തിയായി ഭാരതത്തെ എത്തിച്ച നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിക്കും രാജീവ് ചന്ദ്രശേഖറിനും മാത്രമേ സാധിക്കൂ എന്ന ആ യാഥാർത്ഥ്യം ഇന്ന് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ഈ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള ജനസമൂഹത്തിനും ഇന്ന് ബോധ്യം വന്നിരിക്കുകയാണ്. ആ രീതിയിലേക്കാണ് ഈ കേരളം പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ, നമ്മുടെ നാടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യമാണ്. ബിജെപിക്ക് കേരളം ആവശ്യമാണോ എന്നും നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു. ആ സമയത്ത് ബിജെപിയുടെ ദേശീയ നേതാക്കന്മാർ പറഞ്ഞു, ബിജെപിക്ക് കേരളത്തിൽ നിന്ന് ഒരു MP പോലും ഇല്ലാതിരുന്ന സമയത്തും ഇന്ത്യ ബിജെപി ഭരിച്ചു. ഇന്ത്യ 2 പ്രാവശ്യം ബിജെപി ഭരിച്ചു. 2014 ബിജെപി ഇന്ത്യ ഭരിച്ചു. ഒരു MP ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. 2019 ബിജെപി ഇന്ത്യ ഭരിച്ചു. ഒരു MP ഉണ്ടായില്ല കേരളത്തിൽ നിന്ന്. 2024 നിങ്ങളുടെ ഈ മഹത്തായ ഭൂമി സുരേഷ് ഗോപിയെ താമര ചിഹ്നത്തിൽ ജയിപ്പിച്ച് ഒരു MP-യെ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അതിനു മുമ്പ് 2 പ്രാവശ്യം ഇന്ത്യ ഭരിക്കാനും ബിജെപിക്ക് കേരളത്തിലെ MP-മാരുടെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ബിജെപിക്ക് ഇന്ത്യ ഭരിക്കാൻ കേരളത്തിലെ ആൾക്കാരുടെ വോട്ട് ആവശ്യമില്ല. പക്ഷെ കേരളത്തിലെ ജനതയ്ക്ക് രക്ഷപ്പെടാൻ ബിജെപി ആവശ്യമാണ്. നരേന്ദ്രമോദിയുടെ വികസനം ആവശ്യമാണ്. അതാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. കേരളത്തെ രക്ഷിക്കാൻ, കേരളത്തെ വികസിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും. നിങ്ങളൊന്ന് നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന വികസനം മുഴുവൻ നോക്കൂ. ആരാ ഇത് ചെയ്യുന്നത്? നരേന്ദ്രമോദിയുടെ പദ്ധതികളല്ലാതെ എന്തെങ്കിലും ഒരു പദ്ധതി ഈ കേരളത്തിൽ പിണറായി വിജയന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ സ്കൂളുകൾ മുഴുവൻ തന്നെ ആധുനിക സ്കൂൾ സംവിധാനങ്ങളാക്കിയത് ആരുടെ പദ്ധതിയാ? നരേന്ദ്രമോദിയുടെ പദ്ധതി. നരേന്ദ്രമോദി സർക്കാരിന്റെ പണം കൊണ്ടാണ് സ്കൂളുകൾ പുനഃസജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ എല്ലാം തന്നെ പുനഃസജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ പണമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്ന സമയത്ത് ദേശീയ പാതകൾ മുഴുവൻ വികസിച്ചുകൊണ്ടിരിക്കുന്നു, 6 വരി പാതകളായിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാടിന് സമാനമായി, കർണാടകയ്ക്ക് സമാനമായി, മഹാരാഷ്ട്രയ്ക്ക് സമാനമായി, പൂനെ മുംബൈ റോഡിന് സമാനമായി ഒക്കെ ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡുകൾ വികസിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിന്റെ പണമാരാ? നരേന്ദ്രമോദിയുടെ പദ്ധതി, നരേന്ദ്രമോദി സർക്കാരിന്റെ പണം.
കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് റെയിൽവേ സ്റ്റേഷനുകളിലൂടെ പോയാലും അവിടെയൊക്കെ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്, പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെ പൈസയാണ്, ആരുടെ പദ്ധതിയാണ്? നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതി. ഈ കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വ്യവസായ സംരംഭങ്ങളിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ പരിശ്രമ ഫലമായി. ഈ കേരളം ഒരു അന്താരാഷ്ട്ര തുറമുഖ സംസ്ഥാനമായിട്ട് മാറുന്നു. എന്റെ നാടായിട്ടുള്ള തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് കഴിഞ്ഞ 45 വർഷമായിട്ട് കടലിൽ കിടന്ന ഒരു തുറമുഖം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് വിഴിഞ്ഞം തുറമുഖം. 45 വർഷമായിട്ട് ആ തുറമുഖം കടലിനകത്തായിരുന്നു. ആരും പൊക്കിയെടുക്കാനുണ്ടായില്ല. 8 മന്ത്രിമാർ ഒരുമിച്ച് ചേർന്ന് ഇവിടെ ഭരിച്ചപ്പോഴും പൊക്കിയില്ല. കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ ഭരിച്ചപ്പോഴും വിഴിഞ്ഞം തുറമുഖം പൊങ്ങിയില്ല. വിഴിഞ്ഞം തുറമുഖം പൊങ്ങിയതപ്പോഴാ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നു. 2014 സെപ്റ്റംബർ മാസത്തിൽ നരേന്ദ്രമോദി ഒപ്പിട്ടു, വിഴിഞ്ഞം തുറമുഖത്തിൽ ഒപ്പിട്ടു. ഇന്നിതാ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1ാം ഘട്ട കമ്മീഷൻ പൂർത്തിയായിരിക്കുന്നു. സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ വന്ന് ആ കമ്മീഷൻ യാഥാർത്ഥ്യമാക്കി. അപ്പോ പിണറായി വിജയൻ എന്താ ചെയ്തത്? പിണറായി വിജയൻ നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് അവിടെ ഒരു ഉദ്ഘാടന ഷോ നടത്തി. അതെന്താണെന്നറിയാമോ? അദാനിയുടെ പണിയായുധങ്ങൾ വന്നപ്പോൾ പിടിച്ചിറക്കാൻ CIT-കാരനോടൊപ്പം ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്ന്. അദാനിയുടെ പണിയായുധങ്ങൾ വന്നു. അദാനിയുടെ പണിയായുധങ്ങൾ വന്നപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് പിണറായി വിജയൻ. പിണറായി വിജയൻ സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പണിയായുധം വന്നു, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം തുറമുഖം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി സർക്കാർ വന്ന് അതിന്റെ കമ്മീഷൻ നിർവഹിച്ചു. 2028-30 കൂടി വിഴിഞ്ഞം തുറമുഖം മൂന്ന് ഫേസുകളും പൂർത്തിയായി. ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മദർ പോർട്ടായിട്ട് വിഴിഞ്ഞം തുറമുഖം 2028 കൂടി മാറുകയാണ്. അതോടുകൂടി കേരളത്തിൽ കൊച്ചിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും 2 പ്രധാന തുറമുഖ സെന്ററുകളായിട്ട് മാറുന്നു. കേരളത്തിന്റെ മുഖച്ഛായ മാറുന്നു. കാനഡയിലേക്കും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലേക്കും ദുബായിയിലേക്കും ശ്രീലങ്കയിലേക്കുമൊക്കെ ഇന്ന് പ്രയാണം ചെയ്യുന്ന യുവാക്കൾക്ക് തിരിച്ച് കേരളത്തിലേക്ക് എത്തി കേരളത്തിൽ അന്തസ്സോടുകൂടി സ്വന്തം കുടുംബത്തെ നോക്കി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം വിഭാവനം ചെയ്യുന്നതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഈ കേരളത്തിന്റെ എല്ലാ വികസനത്തിന്റെയും കാരണഭൂതൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് ഈ കേരളത്തിലെ ജനത ഇന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതിന് ശക്തിപ്പെടാൻ പോകുകയാണ്. കാരണഭൂതന് വേണ്ടി ഓട്ടം തുള്ളലുണ്ടാക്കുന്ന സഖാക്കന്മാരെ, ഈ പിണറായി വിജയനെ കുറിച്ച് ഇങ്ങനെ കാരണഭൂതൻ ഓട്ടം തുള്ളലുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാക്കുന്ന സഖാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ നാട്ടിന് വേണ്ടത് വികസനമാണ്, പീറ കമ്മ്യൂണിസം അല്ല. ഇന്ന് ഈ നാടിന് വേണ്ടത് വികസനമാണ്, പീറ കോൺഗ്രസുമല്ല. ഈ നാടിന് കോൺഗ്രസിനെ കൊണ്ട് ഈ നാടിന് ഗുണമില്ലെങ്കിൽ എന്തിനാണ് ഈ കോൺഗ്രസ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി കൊണ്ട് എന്റെ കുഞ്ഞിന് ഗുണമില്ലെങ്കിൽ എന്തിനാണ് ഈ ചെങ്കൊടി? ചിന്തിക്കുക നിങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയല്ലേ പ്രധാനം? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും നമ്മുടെ നാടിന്റെ വികസനവുമല്ലേ പ്രധാനം? നിങ്ങൾ 80 കഴിഞ്ഞ പിണറായി വിജയന്റെ ഭാവിയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്റെ സഖാക്കന്മാരെ, നിങ്ങൾക്ക് ഇനിയും ഇൻകുലാബ് എന്ന് വിളിക്കാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പിഞ്ചോമനയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്റെ സഖാവേ, നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പിണറായി വിജയന് വേണ്ടി ഇൻകുലാബ് വിളിക്കാൻ സാധ്യമല്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പിഞ്ചോമനയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി വിളിക്കാൻ പറ്റുന്ന മുദ്രാവാക്യം ഭാവിയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാൻ കോൺഗ്രസിന് മുദ്രാവാക്യം വിളിക്കാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പിഞ്ചോമനയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ഇനി സോണിയക്ക് ഇൻകുലാബ് വിളിക്കാൻ സാധ്യമല്ല. കാരണം സോണിയയുടെ കോൺഗ്രസിന് നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ സാധിക്കില്ല. സഖാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞിനെയും നിങ്ങളുടെ നാടിന്റെ ഭാവിയെയും സംരക്ഷിക്കാൻ ഇനി ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് സാധിക്കുമെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഇതാ ആവർത്തിച്ച് നിങ്ങളുടെ കർണപടങ്ങളിൽ കയറട്ടെ, നിങ്ങളുടെ മസ്തിഷ്കങ്ങളിൽ പ്രകമ്പനം കൊള്ളട്ടെ. കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ, കോൺഗ്രസ് സഹോദരന്മാരുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ, ഈ നാട്ടിലെ മുഴുവൻ ജനതയുടെയും ക്ഷേമം ഉറപ്പാക്കാൻ
ഈ രാജ്യത്ത് ജാതിക്കതീതമായി, മതത്തിനതീതമായി, പ്രാദേശികതയ്ക്കതീതമായി സകലവിധമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾക്കും അപ്പുറത്ത് സകലമാന സമൂഹത്തെയും ഒന്നായിട്ട് ചേർത്ത് നിർത്തി ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം ഉയർത്തി ഈ നാടിനെ ആശ്ലേഷിക്കാൻ, ചേർത്ത് നിർത്താൻ, അനുഭൂതി പകരാൻ, വികസനം നൽകാൻ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ഈ നാട്ടിലെ സകലമാന ജനതയ്ക്കുമുണ്ടായ ബോധ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ദൈനംദിനം ഒരു പ്രയാണം എന്ന നിലയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം പ്രിയപ്പെട്ടവരെ, നമുക്ക് മാറാം. മാറാത്തത് ഇനി മാറും എന്നതാണ് BJPയുടെ മുദ്രാവാക്യം. മാറാത്തത് ഇനി നമ്മൾ മാറ്റിയേ പറ്റൂ. ഇത് അവസാന ബസ്സാ. ഇനിയും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടിയെയും കുത്തിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ, അത് കേരളത്തിന്റെ ശവക്കൂനയിലെ അവസാനത്തെ കുത്ത. ഇനി ഈ കേരളത്തിൽ ഇതിലും താഴെ പോകാൻ സാധ്യമല്ല. 2000 കോടി രൂപ നാളെ കടമെടുക്കാൻ പോവുക പിണറായി വിജയൻ. ആ 2000 കോടി രൂപ പിണറായി വിജയൻ കടമെടുത്തു കഴിയുമ്പോൾ എന്റെയും നിങ്ങളുടെയും കേരളത്തിന്റെ കടം എത്രയെന്നറിയാമോ? 5 ലക്ഷം കോടി രൂപ. 5 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ് ഞാനും നിങ്ങളും. 3.25 ലക്ഷം ജനസംഖ്യയുള്ള കേരളത്തിൽ 5 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്ക് പിണറായി വിജയൻ എത്തിച്ചു എന്ന് പറയുമ്പോ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എത്രത്തോളം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. നിങ്ങൾ എത്രത്തോളം അഗാധമായിട്ടുള്ള ഒരു ഗർത്തത്തിലേക്കാണ് നിപതിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. എത്രത്തോളം അന്ധകാര ജടിലമായിട്ടുള്ള ഒരു കേരളത്തിലേക്കാണ് നമ്മൾ വീണ് കഴിഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. യാതൊരു മടിയുമില്ലാതെ ആയിരക്കണക്കിന് കോടി രൂപ കടമെടുത്ത് ഇവിടത്തെ മന്ത്രി പുങ്കവന്മാരുടെ വീടുകളിലിരിക്കുന്ന ഭാര്യയ്ക്കും മീൻ വാങ്ങിച്ചു കൊടുക്കുന്ന മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും ചെയ്ത നീച ഭരണകൂടത്തിന്റെ പേര് പിണറായി വിജയൻ ഭരണകൂടമെന്നല്ലേ? പിണറായി വിജയന്റെ മന്ത്രി പുങ്കവന്മാർക്ക് മാത്രമല്ല, VD സതീശന്റെ ഭാര്യയ്ക്ക് അവിടെ വീട് പണി ചെയ്തു കൊടുക്കുന്ന ആൾക്കാർക്കും ശമ്പളം കൊടുക്കുന്നത് ഈ കേരളമാണ്. VD സതീശനും പിണറായി വിജയനും അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കുന്ന 100 കണക്കിന് സഖാക്കന്മാർക്കും കോൺഗ്രസുകാർക്കും 2 വർഷം ആ ജോലി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ പെൻഷനാ. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കടം വാങ്ങുന്ന കേരളത്തിൽ. ഇവിടത്തെ PSCക്കകത്ത് 21 വെള്ളയാനകൾ ഇരിപ്പുണ്ട്. 3.25 കോടി മലയാളികളുള്ള കേരളത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇരിക്കുന്നത് 21 PSC അംഗങ്ങളാ. ഒരു PSC അംഗത്തിന് 3.5 ലക്ഷം രൂപയാണ് ശമ്പളം. അങ്ങനെ 21 എണ്ണത്തിനെ തീറ്റി പോറ്റുകയാണ് ഈ PSCക്കകത്ത് വെച്ച്. 24 കോടി ജനതയുള്ള ഉത്തർപ്രദേശിലെ പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ളത് 9 പേരാണ്. ഉത്തർപ്രദേശിൽ 9 പേരാണെങ്കിൽ 3.25 കോടി 3.25 കോടി മനുഷ്യരുള്ള കേരളത്തിൽ 21 പേര്. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് എന്റെയും നിങ്ങളുടെയും ചെലവില. ഇതുപോലെ കടമെടുത്ത് ഇവരെ തീറ്റിപ്പോറ്റുകയാ. ഇവിടത്തെ സഖാക്കന്മാരെല്ലാം പുറം വാതിലിലൂടെ സകലിടത്തും കയറിയിരുന്ന് നിരങ്ങുകയാ. ഒരു പണിയും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സഖാക്കന്മാരെ മുഴുവൻ തീറ്റിപ്പോറ്റുന്നത് കടമെടുത്ത് എന്നെയും നിങ്ങളെയും കടക്കണിയിലാക്കുന്ന ഈ പണം കൊണ്ടാണ്. ഇവിടത്തെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് സർവരും ഓടിപ്പോയിരിക്കുന്നു. സ്കൂളുകളിൽ നിന്ന് പിള്ളേർ പോകുന്നില്ല. കോളേജുകളിലെല്ലാം 40% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജുകളെല്ലാം തന്നെ ഇന്ന് ഒരുമാതിരി ഈ കാക്കയെയും പൂച്ചയെയും ഒക്കെ വളർത്തുന്ന സ്ഥാപനങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയൊക്കെ തന്നെ അവിടുത്തെ സ്ഥലമെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ പിള്ളേർ പഠിക്കാൻ പോകുന്നില്ല. യൂണിവേഴ്സിറ്റികളിൽ പിള്ളേർ 40%-ലേറെ പിള്ളേരില്ല. എല്ലാ പിള്ളേരും കാനഡയിലേക്കും UK-യിലേക്കും പോവുകയാണ്. ഈ പിണറായി വിജയന്റെ നാട്ടിൽ നിന്ന്, VD സതീശന്റെ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്നാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള പിള്ളേര് കുട്ടിക്കാലത്ത് തന്നെ ചിന്തിച്ചു തുടങ്ങുന്നത്. ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താ കാര്യം? ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താ?
പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, എന്താ, വിദ്യാഭ്യാസം ഇല്ലാത്തവന് വിദ്യാഭ്യാസം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന്റെ ഏതോ ഒരു ഉപദേശകൻ പറഞ്ഞു കൊടുത്തു, പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു വിദ്യാഭ്യാസം ഇല്ലാത്തവന് വിദ്യാഭ്യാസം കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ വിചാരിച്ചു, പിന്നെ മഹാത്മാഗാന്ധിയുടെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നടപ്പാക്കണ്ടേ, അതുകൊണ്ട് ശിവൻകുട്ടിയെ പിടിച്ച് വിദ്യാഭ്യാസം കൊടുത്തു. അങ്ങനെ ശിവൻകുട്ടിയാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇത്രയും വിവരം കെട്ട ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ല. ആ വിവരം കെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു, സഖാക്കന്മാരുടെ മുദ്രാവാക്യം പാഠ്യപദ്ധതിയാക്കണം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പാട്ട്, വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയാക്കണം. അതുപോലെ തന്നെ EMSന്റെ ജീവിതം പാഠ്യപദ്ധതിയാക്കണം. അച്യുതാനന്ദന്റെ ജീവിതം മാത്രം പാഠ്യപദ്ധതിയാക്കണമെന്ന് പറയുന്നില്ല. കാരണം ക്യാപിറ്റൽ പണിഷ്മെന്റിന് 15 വർഷം മുമ്പ് ശിക്ഷിക്കപ്പെട്ട ആളാണ് അച്യുതാനന്ദൻ. മരിച്ചത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. ആരാ ക്യാപിറ്റൽ പണിഷ്മെന്റ്? നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി ഇവിടെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ഇവിടത്തെ സ്വരാജും അതോടൊപ്പം തന്നെ ചിന്താ ജെറോം ഉണ്ടല്ലോ, വാഴക്കുല ഗവേഷക. ആ വാഴക്കുല ഗവേഷകയായിട്ടുള്ള ചിന്തോ ജെറാമും അതോടൊപ്പം തന്നെ സ്വരാജും ഒക്കെ പറഞ്ഞത് 2012 പറഞ്ഞത് ഈ കിഴവനെ തൂക്കിക്കൊല്ലണമെന്ന. ആരായിരുന്നു ആ കിഴവൻ? സഖാവ് VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദനെ തൂക്കിക്കൊല്ലണം, അതാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് സുരേഷ് കുറുപ്പാണ്. അന്ന് MP ആയിരുന്ന MLA ആയിരുന്ന സുരേഷ് കുറുപ്പ്, സഖാവ് സുരേഷ് കുറുപ്പാണ് പറയുന്നത്, ഈ പിള്ളേര് അന്ന് അദ്ദേഹത്തെ പറഞ്ഞത് ഇദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ്. അങ്ങനെ അന്ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ VS അച്യുതാനന്ദൻ കഴിഞ്ഞ 13 വർഷം കൂടി ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സുഹൃതമാണ്, അദ്ദേഹത്തിന്റെ മകന്റെ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ശവസംസ്കാര വേളയിൽ അദ്ദേഹത്തിന്റെ നിശ്ചലമായി കിടക്കുന്ന ശരീരത്തിന്റെ മുമ്പിൽ വന്ന് സഖാക്കന്മാരെല്ലാം മറ്റേ മുഷ്ടി ചുരുട്ടി ഉന്തി വിളിക്കുമ്പോ അപ്പുറത്തിരുന്ന മകൻ പ്രാർത്ഥനാ നിരതനായിട്ട് നിന്ന് ആ സഖാവ് VS അച്യുതാനന്ദനെ സാധാരണ നിലയിൽ ഭവ്യമായ രീതിയിൽ, ദൈവികമായ രീതിയിൽ എല്ലാവിധമായിട്ടുള്ള ചടങ്ങുകളും ചെയ്ത് എല്ലാ പിതൃക്കളെ മുഴുവൻ തന്നെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ചടങ്ങുകളും ഒക്കെ ചെയ്ത് സാംസ്കാരിക സമ്പന്നമായിട്ട് സംസ്കരിച്ചു എന്നത് അദ്ദേഹത്തിന്റെ 13 വർഷം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ആ മഹാമനുഷ്യന്റെ ജീവിതം 101 വയസ്സ് വരെ നീട്ടിക്കിട്ടിയതിന്റെ പ്രായച്ചിത്തമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 13 വർഷം മുമ്പ് അച്യുതാനന്ദനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച TP ചന്ദ്രശേഖരന്റെ ശരീരത്തിലെ 52 വെട്ടുകൾ എണ്ണി വെട്ടി തോരൻ അരിയുന്നത് പോലെ ഒരു മനുഷ്യന്റെ ശരീരം, സ്വന്തം സഖാവിന്റെ ശരീരം അരിഞ്ഞു വീഴ്ത്തിയ ഭീകര പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഈ കേരളത്തിൽ മുഴുവൻ അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വരുന്നത് തൊട്ടപ്പുറത്ത് കുന്നംകുളത്ത് ഞങ്ങളുടെ 3 പ്രവർത്തകരെ ആശുപത്രിയിൽ പോയി കണ്ടിട്ടാണ്. ആ കുന്നംകുളത്തെ ഞങ്ങളുടെ പ്രവർത്തകരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ എന്തു ചെയ്തെന്നറിയോ? അവന്റെ അരിവാളിൽ വെച്ചിരിക്കുന്ന ചുറ്റിക കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചു. ഞങ്ങളുടെ തലയടിച്ച് പൊട്ടിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ വിഷ്ണു എന്ന് പറയുന്ന സഹപ്രവർത്തനെ കണ്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ വിഷമം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുറ്റികയും മനുഷ്യന്റെ തല കൊയ്യാനും മനുഷ്യന്റെ തലയടിച്ചു പൊട്ടിക്കാനുമുള്ള ആയുധങ്ങളായിട്ട് മാറുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി അധപ്പതനത്തിന്റെയും അതോടൊപ്പം തന്നെ അപകടത്തിന്റെയും സൂചികയായിട്ട് നിൽക്കുമ്പോൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പ്രതികരിക്കാനുള്ള ചങ്കൂറ്റമില്ലാത്ത പ്രതിപക്ഷ നേതാവല്ല പ്രീതിപക്ഷ നേതാവായിട്ട് VD സതീശന്മാരെ പോലെയുള്ളവർ അധപ്പതിക്കുമ്പോൾ, ഈ കേരളത്തിലെ വികസനത്തെ കുറിച്ച് പറയുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ നാവ് പൊങ്ങാതെ വരുമ്പോൾ, ഈ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നു. അവർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിനെ കുറിച്ചാണ്, അവർ പറയുന്നത് PDPയുടെ വോട്ടിനെ കുറിച്ചാണ്. ഞങ്ങൾ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് BJPക്ക് ആവശ്യമില്ല, PDPയുടെ വോട്ട് BJPക്ക് ആവശ്യമില്ല. BJPക്ക് ആവശ്യമുള്ളത് വികസിത കേരളം സ്വപ്നം കാണുന്ന മലയാളിയുടെ വോട്ടാണ്. ആ വികസിത കേരളം സ്വപ്നം കാണുന്ന മലയാളിയുടെ വോട്ട് മാത്രം സ്വീകരിച്ചുകൊണ്ട് മതം എന്ന് പറയുന്നതിനപ്പുറത്തമാണ് വികസനം, എല്ലാത്തിനും അപ്പുറത്തുള്ള മതേതരമാണ് വികസനം, എല്ലാത്തിനും അപ്പുറത്തുള്ള ജനാധിപത്യമാണ് വികസനം. വികസനത്തെക്കാൾ വലിയ മതേതരത്വമില്ല, വികസനത്തിനേക്കാൾ വലിയ ജനാധിപത്യമില്ല. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 11 വർഷമായി നടപ്പാക്കിയ വികസന പദ്ധതികൾക്കൊന്നും മതപരമായിട്ടുള്ള വിവേചനമില്ല. നരേന്ദ്രമോദി നടപ്പാക്കിയ വികസനങ്ങൾക്കൊന്നും തന്നെ ജാതിപരമായിട്ടുള്ള വിവേചനമില്ല. നരേന്ദ്രമോദി നടപ്പാക്കിയ വികസന പദ്ധതികൾക്കൊന്നും പ്രാദേശികതയുടെ അസന്തുലിതാവസ്ഥയില്ല.
നരേന്ദ്രമോദി നടപ്പാക്കിയ വികസനം മുഴുവൻ തന്നെ നാട്ടിലെ മുഴുവൻ സകലമാന മനുഷ്യർക്കും വേണ്ടിയുള്ള വികസനമാണ്. അങ്ങനെ കേരളത്തിലെ ക്രിസ്ത്യാനിക്കും കേരളത്തിലെ ഹിന്ദുവിനും കേരളത്തിലെ മുസൽമാനും കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും കേരളത്തിലെ മറ്റെല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള വികസനം യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദിക്കും രാജീവ് ചന്ദ്രശേഖരനും ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും താമരയ്ക്കും മാത്രമേ സാധിക്കൂ എന്ന ആ സത്യം, ആ യാഥാർത്ഥ്യം, ആ ബോധം, ആ ബോധ്യം, ആ വസ്തുത നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളണമെന്നാണ് എന്റെ അഭ്യർത്ഥന. പ്രിയപ്പെട്ടവരെ, ഇനി ഭാരതീയ ജനതാ പാർട്ടിയെ ചെറുക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയെ തടുക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിരോധിക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നിൽ അതിനെ തളർത്താൻ, തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അജയ്യമായ ശക്തിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തിലെ ഏറ്റവും ഉജ്ജ്വലവും അജയ്യവുമായ ശക്തിയാണ്. BJPക്ക് ബദലായി ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. BJP നേതൃത്വം നൽകുന്ന NDAക്ക് ബദലായി ഇന്ത്യയിൽ മറ്റൊരു മുന്നണിയില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് പകരം ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഇന്നലകളിൽ നിങ്ങൾ ഞങ്ങളെ നോക്കി വിളിച്ചു വർഗീയവാദി എന്ന് വിളിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയെ നോക്കിയിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സഹോദരന്മാരും കോൺഗ്രസ് സഹോദരന്മാരും വിളിച്ചു BJP അടുക്കരുത്, BJP അറപ്പോടുകൂടി കാണണം, BJP വർഗീയവാദികളാണെന്ന് പറഞ്ഞു. ആ വർഗീയവാദികളാണെന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് വർഗീയവാദികളുടെ പാർട്ടിയല്ല. ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് മുൻതൂക്കമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയാണ്. മിസോറാം, ആസാം, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, അതോടൊപ്പം തന്നെ ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം പോലും ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് തുടർച്ചയായി. ക്രിസ്ത്യൻ സഹോദരന്മാർ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നതാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ കഴിഞ്ഞ 10 വർഷമായി 15 വർഷമായി ഭരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയെ നിയോഗിച്ചതിന് കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ, പ്രിയപ്പെട്ട കോൺഗ്രസുകാരാ, ഇനി നിങ്ങൾ ഞങ്ങളെ വർഗീയവാദികളെന്ന് വിളിക്കരുത്. കാരണം നിങ്ങളെക്കാൾ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. നിങ്ങളെക്കാൾ ക്രിസ്ത്യൻ സംസ്ഥാനങ്ങൾ, നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യൻ സംസ്ഥാനം പോലും ഭരണമില്ല, എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളെ നോക്കി നിങ്ങൾ ഇനി വർഗീയവാദി എന്ന് വിളിക്കരുത്. ആകെ ഒരു ബുദ്ധിമുട്ട്, കുറച്ച് മുസ്ലിം സഹോദരന്മാരും കൂടി യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ മുസ്ലിം സഹോദരന്മാരും യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഉത്തർപ്രദേശിലെ 70% മുസ്ലിം സമൂഹമുള്ള അസംബ്ലി മണ്ഡലത്തിലും താമര ജയിച്ചു തുടങ്ങിയിരിക്കുന്നു. മുസ്ലിം സഹോദരന്മാരും ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ BJPയോടൊപ്പം വരാൻ തയ്യാറാകുന്നു, BJPയോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നു. ഈ രാജ്യത്തെ മുസ്ലിം സഹോദരന്മാർക്കും യാഥാർത്ഥ്യം മനസ്സിലാകുന്നു. ഭീകരതക്കെതിരെ ഞങ്ങൾ ശബ്ദിക്കും, ഭീകരന്മാരെ നശിപ്പിക്കും, ഭീകരന്മാരെ വേട്ടയാടും, ഭീകരന്മാരെ സമ്പൂർണ്ണ സീറോ ടോളറൻസ് ടുവേഴ്സ് ടെററിസം എന്നാണ് നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം. ഭീകരതയ്ക്ക് മതമില്ല, ഭീകരതയ്ക്ക് മതമില്ല. അതുകൊണ്ട് ഭീകരതയ്ക്കെതിരെ BJP ശബ്ദിച്ചാൽ അത് മുസ്ലിം സഹോദരന്മാർക്കെതിരല്ല. ഭീകരത കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ ആ മതത്തിന്റെ പേര് ഹിന്ദു മതമെന്നോ ക്രിസ്ത്യൻ മതമെന്നോ അല്ല, മുസ്ലിം മതമെന്നാണ് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ഭീകരതയ്ക്കെതിരെ BJP ശബ്ദിച്ചാൽ മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അത് മുസ്ലിമിനെതിരാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പിണറായി വിജയന്മാരും VD സതീശന്മാരും ഇവിടുത്തെ മാധ്യമങ്ങളും ചാനലുകളും ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, ഭീകരതയാണ് ഈ നാടിന്റെ അപകടം. അതിനെ നശിപ്പിക്കാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. അത് നശിപ്പിക്കും. അത് മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും. അത് കഴിഞ്ഞാൽ BJP മുസൽമാന്റെയും പാർട്ടിയായിട്ട് മാറും, സംശയം വേണ്ട. പിന്നെ എന്താ പറഞ്ഞത്? ഞങ്ങൾ സവർണാധിപത്യത്തിന്റെ പാർട്ടിയാ. BJP എന്ന് പറയുന്നത് സവർണാധിപത്യത്തിന്റെ പാർട്ടിയാ. ഇന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കോ BJP സവർണാധിപത്യത്തിന്റെ പാർട്ടിയെന്ന്? എന്റെ ദേശാഭിമാനി സുഹൃത്തുക്കൾക്ക് ഇന്ന് ദേശാഭിമാനിയിൽ പോലും എഴുതാൻ പറ്റില്ല, പഴയ അച്ചൊക്കെ മാറ്റി വച്ചിരിക്കുക. BJP ഇന്ന് സവർണാധിപത്യത്തിന്റെ പാർട്ടിയല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ MP-മാരും MLA-മാരുമുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ അംഗങ്ങളുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ അധികാരത്തിലേറ്റിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇന്ത്യയിൽ അംബേദ്കർക്ക് അർഹമായിട്ടുള്ള അംഗീകാരം നൽകിയത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഈ രാജ്യത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ പാർട്ടിയായിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മാറി.
നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഈ രാജ്യത്തൊരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രപതിയാക്കിയത് ആരെയാ? രാംനാഥ് കോവിന്ദ്. പട്ടികജാതി മേഖലയിൽ നിന്ന് കഷ്ടപ്പെട്ട് സർവ്വ കഷ്ടതയും അനുഭവിച്ച് ഉയർന്നു വന്ന രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന പട്ടികജാതിക്കാരനെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ ലോകത്തിന്റെ മുമ്പിൽ വലിയൊരു സന്ദേശം നൽകി. അതിനുശേഷം രണ്ടാമത് ഈ രാജ്യത്തിന് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത് ദ്രൗപദി മുർമു എന്ന് പറയുന്ന വനാന്തരങ്ങളിൽ ജീവിച്ച മഹതിയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. വോട്ട് നോക്കിയിട്ടല്ല. ഈ രാജ്യത്ത് 2% ആൾക്കാർ മാത്രമേ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ളൂ. പക്ഷേ ആദിവാസി വനിതയായിട്ടുള്ള ദ്രൗപദി മുർമുവിനെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കിയപ്പോൾ ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ നൽകിയ ഒരു വലിയ സന്ദേശമുണ്ട്. ഏകം സത്യ ബഹുദാവദന്തി ലോക സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം പോലെയുള്ള 5000 വർഷത്തെ മഹത്തായിട്ടുള്ള ആപ്തവാക്യത്തിന്റെ അനസ്യൂതമാർന്ന പ്രവാഹത്തിന്റെ അവസാന ഉദാഹരണമായിട്ട് ദ്രൗപദി മുർമു എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വനിതാ രത്നം ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയതിലൂടെ ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നു. ആരായിരുന്നു അന്ന് നരേന്ദ്രമോദി? അന്ന് അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം. അഭിമാനമല്ലേ നമുക്ക്? ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ രാജ്യത്തിന്റെ അഭിമാനമല്ലേ? ഈ രാജ്യത്തിലെ കുട്ടികളുടെ പ്രചോദനമല്ലേ? ഈ രാജ്യത്തിലെ റോക്കറ്റ് മാൻ അല്ലേ? ഈ രാജ്യത്തിന്റെ ജനകീയനായിട്ടുള്ള രാഷ്ട്രപതി ആയിരുന്നില്ലേ? അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കിയത് നിങ്ങൾ വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന ഞങ്ങളല്ലേ? അന്ന് ഞങ്ങൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ വേണ്ടി വോട്ട് പിടിച്ച് നടന്നപ്പോൾ ഞങ്ങളോടൊപ്പം ഒരു വോട്ട് പിടിക്കാൻ വേണ്ടി നിങ്ങളും നടന്നു, കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും നടന്നു. ആർക്ക് വേണ്ടിയാ? അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി. കോയമ്പത്തൂർ ജയിലിൽ കിടക്കുന്ന അബ്ദുൽ നാസർ മദനിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അന്ന് ഒപ്പ് ശേഖരിച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും കോൺഗ്രസ് പാർട്ടിക്കാരനും ഏറ്റവും നീചനായിട്ടുള്ള ഇസ്ലാമിനെ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഭീകരനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വോട്ട് തേടി നടന്ന കമ്മ്യൂണിസ്റ്റുകാരാ കോൺഗ്രസുകാരാ? നിങ്ങൾ നീചനായ ഭീകരവാദിയായ മുസൽമാന്റെ പുറകെ നടന്നപ്പോൾ ഞങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും അന്തസ്സുറ്റ മുസൽമാനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാനായി വോട്ട് ചോദിച്ചിറങ്ങിയ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്ന. ഞങ്ങളാണോ വർഗീയവാദി? ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹത്വം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾക്ക് ഞങ്ങളെ സവർണ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ ഈ രാജ്യത്തെ പിന്നോക്കമടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിക്കാൻ പറ്റില്ല. ഞങ്ങൾ അജയ്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി അജയ്യമായ ശക്തിയാണ്. ആരാലും പ്രതിരോധിക്കാൻ കഴിയാത്ത മഹത്തായ ശക്തിയാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ട് 11 വർഷമേ ആയിട്ടുള്ളൂ. 65 വർഷം ഈ നാട് ഭരിച്ച കോൺഗ്രസിനെ അധോഗതി ബാധിപ്പിച്ച് കോൺഗ്രസ് മുക്ത ഇന്ത്യ സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേറിയിട്ട് 11 വർഷമേ ആയിട്ടുള്ളൂ. 2014, 2019, 2024, ഇനി 2029, അത് കഴിഞ്ഞാൽ 2034, അത് കഴിഞ്ഞാൽ 2039, അത് കഴിഞ്ഞാൽ 2044, അത് കഴിഞ്ഞാൽ 2049, അത് കഴിഞ്ഞാൽ 2054. ഇപ്പോ എവിടെ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു വരുന്ന ഒരു പാർട്ടിയെ ഉണ്ടാകൂ. ആ പാർട്ടിയുടെ പേര് BJP എന്ന് നിങ്ങൾ എഴുതി വെച്ചോ സഖാക്കന്മാരെ, കോൺഗ്രസുകാരെ, എഴുതി വെച്ചോ. ഇന്ത്യയിൽ ഒരു 50 വർഷമെങ്കിലും ഭരിക്കാൻ പോകുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാ. ഭാരതീയ ജനതാ പാർട്ടിയാ. അതിനെ വെല്ലാൻ, അതിനെ തോൽപ്പിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ, അതിനെ പ്രതിബന്ധിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല, ഒരു മുന്നണിയില്ല. ഞങ്ങൾ അജയ്യമാണ്. ആദർശം കൊണ്ട് അജയ്യമാണ്, സംഘടന കൊണ്ട് അജയ്യമാണ്, അതോടൊപ്പം തന്നെ പ്രവർത്തന മികവ് കൊണ്ട് അജയ്യമാണ്. ഇതെല്ലാം കൊണ്ട് അജയ്യമായ ഒരു രാഷ്ട്രീയ പ്രതിഭാസവും ലോകത്ത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായ ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇത് ബോധവും വിവരവുമുള്ള മനുഷ്യർക്കെല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് യുവാക്കളും വിദ്യാർത്ഥികളും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അടിവെച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അനിഷേധ്യമാർന്ന ഈ സത്യം
നമുക്കെല്ലാവർക്കും ആവർത്തിച്ചാവർത്തിച്ച് ബോധ്യം വരട്ടെ, കേരളത്തിൽ മാറ്റം സമാഗതമായിരിക്കുന്നു. 2031 ഈ കേരളം ബംഗാൾ പോലെയാകും, ത്രിപുര പോലെയാകും, സംശയം വേണ്ട. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യമായിരുന്നു, സൂക്ഷിച്ചോ BJP-ക്കാരെ, ഞങ്ങൾ കേരളത്തെ ബംഗാളാക്കുമെന്ന്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യമായിരുന്നു, ഞങ്ങൾ കേരളത്തെ ത്രിപുരയാക്കുമെന്ന്. ഇന്നിതാ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, വരുന്ന 10, 30, 40, 50 മാസങ്ങൾക്കുള്ളിൽ ഈ കേരളം ബംഗാൾ പോലെയാകും, ഈ കേരളം ത്രിപുര പോലെയാകും. 35 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പീറച്ചെങ്കൊടിയ ബംഗാളിന്റെ ഉൾക്കടലിലേക്ക് ചവിട്ടി താഴ്ത്തിയതുപോലെ 25 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പീറ ചെങ്കൊടിയെ, ത്രിപുരയുടെ ചെങ്കൊടിയെ നശിപ്പിച്ചതുപോലെ ഈ കേരളത്തിലെ കമ്മ്യൂണിസത്തെയും കോൺഗ്രസെയും ഒരുമിച്ച് നശിപ്പിച്ച് ഒരു നാണയത്തിന്റെ 2 വശങ്ങളായിട്ടുള്ള പിണറായി വിജയന്റെയും VD സതീശന്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും PDP-യുടെയും SDP-യുടെയും ഈ മുന്നണിയെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ച് ഈ കേരളത്തിൽ താമരയാങ്കിത ഹരിത കാവ്യ പതാക, കേരളത്തിലെ 3.25 കോടി മലയാളിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പതാകയായി മാറ്റപ്പെടുന്നതിന്റെ ദിനങ്ങൾക്ക് ഇനി കുറച്ച് ദിനങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ആദ്യത്തെ മുദ്രാവാക്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉയരും. 2025 ഡിസംബർ കഴിഞ്ഞാൽ 2026 ജനുവരി 1 മുതൽ എഴുതി വച്ചോ, എല്ലാവരും കേരളത്തിലെ രാഷ്ട്രീയ വിശാരദന്മാരും ചാനൽ മുതലാളിമാരും ചാനൽ ചർച്ചകരും എല്ലാവരും എഴുതി വെച്ചോ, 2026 ജനുവരി 1 പിറക്കുമ്പോൾ ഈ കേരളത്തിന്റെ രാഷ്ട്രീയം BJP-യുടെ രാഷ്ട്രീയമായിട്ട് മാറും. അതിനി അവശേഷിക്കുന്നത് 4 മാസം മാത്രമാണ്. അതിന് തയ്യാറായിരിക്കൂ എന്റെ സഹപ്രവർത്തകരെ. അതുകൊണ്ട് BJP-യിലേക്ക് വന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അഭിമാനത്തോടു കൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹാകുടുംബത്തിലേക്ക്, ഈ മഹാനദിയിലേക്ക് ഒഴുകിയെത്തിയ അരുവി കണക്കെ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ ശ്രമിച്ച ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനതയ്ക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഭാരത്.